ആദ്യം നമുക്ക് അടിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ നോക്കണം തന്നെ ലോട്ടറി എടുക്കുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചെയ്യണം അങ്ങനെയാണ്. നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നോക്കണം. നോക്കിയ ശേഷം ഇപ്പോൾ ആ നമ്പർ ഏകദേശം കറക്റ്റാണെന്ന് തോന്നി കാരണം വൈഫിനെ വിളിച്ച് ചോദിച്ചു. എന്നിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈഫ് വാട്സാപ്പിൽ അയച്ചു തന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അത് നമ്പർ കറക്റ്റാണെന്ന് മനസ്സിലായി. എവിടെ വെച്ചാ നോക്കിയിരുന്നു? ഓഫീസിൽ വെച്ച് തന്നെ നോക്കിയിരുന്നു. മിണ്ടില്ല. അല്ല, നമുക്കൊരു കൃത്യമായ ഒരു അറിവില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലോട്ടറി നോക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിരുന്നോ? എന്തായിരുന്നു? തിരിച്ചു വിളിച്ചിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് തന്നെ അടിച്ചേക്കുന്നെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ശരത്തിന്റെ സഹോദരനാണ് രഞ്ജിത്ത്. ഇതിൽ എങ്ങനെയാ ജ്യേഷ്ഠൻ ഈ വിവരം പറയുന്ന എപ്പോഴായിരുന്നു? ചേട്ടൻ ശനിയാഴ്ച ഒരു 3 മണിയായപ്പോഴത്തേക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ടിക്കറ്റ് നമുക്ക് അടിച്ചേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് അയച്ചു തന്നു. ഞങ്ങൾ വാട്സപ്പ് വഴി നോക്കി. ടിക്കറ്റ് ഏകദേശം കറക്റ്റാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 ദിവസം അവധിയാണല്ലോ. ശരി, അന്ന് നൈറ്റ് നോക്കൊന്നും ചെയ്യാനില്ല, ഞായറും ചെയ്യാനില്ല. തിങ്കളാഴ്ച നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ. ഞാൻ ചോദിക്കണേ, ഈ 2 ദിവസമായിട്ട് നടന്ന ഈ മീഡിയ നമ്മളെല്ലാത്തിലും വരുന്ന ആ കാര്യങ്ങളൊക്കെ രണ്ടുപേരും കണ്ടു ഇതിനകത്തിരുന്ന്? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നമുക്ക് അറിയാം. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, അത് ഓക്കെ ആണെന്ന് നമുക്ക് അറിയാവുന്ന. പിന്നെ എങ്ങാലും നമുക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ടിക്കറ്റ് നമ്പർ മാറുന്നുണ്ടോ. അതെ, നമ്മൾ ഇടയ്ക്കുന്ന ഒരു 4 പ്രാവശ്യം കൂടെ പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് ആ ടിക്കറ്റ്. അത് ശരിയാണ്.